പ്രൈസ് ദ ലോർഡ്. ഈ ധ്യാനത്തിൻ്റെ CD ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരെണ്ണം വെച്ച് വാങ്ങാനുള്ളതുള്ളൂ ഇപ്പോൾ. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വെറും 500 MB ഉള്ളൂ. അതുപോലെ അതിനെ പ്രസ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ടെലിഫോണിലിടാം, മറ്റുള്ളവരുടെ ടെലിഫോണുകളിൽ കോപ്പി ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഓരോരുത്തരും ഒരു 10 പേർക്കെങ്കിലും ഇത് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CD കടയിൽ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കമ്പ്യൂട്ടറിൽ, ഇവിടെയൊക്കെ കമ്പ്യൂട്ടറുകളുടെ ലോകമല്ലേ, ഈ കമ്പ്യൂട്ടർ പാർക്കും കമ്പ്യൂട്ടർ ആളുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 10ഉം 20ഉം ഒക്കെ ആയിട്ട് ഇത് കോപ്പി അടിച്ച് ആളുകളെ കേൾപ്പിക്കുക. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളും. പിന്നെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദൈവനീതി ലോകം മുഴുവനും പടരണോ? അതാണ്. ഇപ്പം നിങ്ങൾ ഓടിപ്പിടഞ്ഞത് ആരോടും ഉടനെ 1-2 ദിവസത്തേക്ക് പറയരുത്, ഒന്നും പറയരുത്. അതിപ്പോൾ പറയില്ല, അത് സീക്രട്ടാണെന്ന് പറഞ്ഞ് വെക്കുക. ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളൊന്ന് നിലത്തേക്ക് ഇറങ്ങി വായോ. ഇപ്പം നമ്മളിങ്ങനെ ആകാശത്തിലിരിക്കുകയാണ്, മലയുടെ മുകളിലാണ്. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈശോ പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ പോരാ, നമുക്ക് താഴോട്ട് ഇറങ്ങണം എന്ന് വെച്ചാൽ പിതാവ് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, നിങ്ങളുടെ മധ്യസ്ഥം. പിന്നെ നമ്മൾ പഠിത്ത ഹോംവർക്കുകൾ എന്താണ്? ആ സുവിശേഷം, ഈ സുവിശേഷം ഇതുപോലെ പഠിക്കുക. രാവിലെ മുതൽ 4 മണിക്ക് എണിക്കണോ? എത്ര പേര് 4 മണിക്ക് എന്നോടൊപ്പം എണിക്കാൻ തയ്യാറുണ്ട്? ജ്ഞാനത്തിന് പ്രാർത്ഥിക്കും. ജ്ഞാനം 6, 7, 8, 9 അധ്യായം വായിച്ച് പ്രാർത്ഥിക്കുക. മക്കളിലേക്ക് ഇത് പടരും എന്നുള്ളതിന് എല്ലാവർക്കും ഗ്യാരണ്ടി ആയില്ലേ? കുഞ്ഞുമക്കളിലേക്ക് പടരും എന്നുള്ളതിന് ഗ്യാരണ്ടി ആയില്ലേ? ഒന്ന് കരമുയർത്തി നമ്മൾ അലാം സെറ്റ് ചെയ്യണം. നാളെ 4 മണിക്ക് എണിക്കണവർ മാത്രം കേട്ടോ. അവർ നാളെയല്ല, നാളെ മുതൽ എന്നും 4 മണിക്ക് എണിക്കണം. ഓക്കെ? കർത്താവേ, നാളെ മുതൽ ഞങ്ങൾ എന്നും 4 മണിക്ക് എണിറ്റ് പ്രഭാതത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള ആ അലാം സെറ്റ് ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഉണർത്തണേ. പ്രൈസ് ദി ലോർഡ്. പിന്നെ പലരും എൻ്റെ ടെലിഫോൺ നമ്പർ ചോദിച്ചു. ടെലിഫോൺ നമ്പർ തരാം, പക്ഷേ നിങ്ങൾ വിളിക്കാം, ഞാൻ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ധ്യാനത്തിൻ്റെ സമയമായിരിക്കുമല്ലോ എപ്പോഴും. വൈകുന്നേരം എപ്പോഴെങ്കിലും ഞാൻ തിരിച്ച് വിളിക്കാം. പക്ഷേ ആ നമ്പറിൽ നിങ്ങൾക്ക് SMS അയക്കാം, ഫോൺ ചെയ്യാം അത്യാവശ്യമുണ്ടെങ്കിൽ. പക്ഷേ വാട്സപ്പിൽ, ഇതെൻ്റെ വാട്സപ്പ് നമ്പറും കൂടിയാണ്, നിങ്ങളത് വാട്സപ്പിലിട്ടിട്ട് മെസ്സേജ് അയക്കാം. നമ്പർ ഇതാണ് 0091. വാട്സപ്പിലിടുമ്പോൾ അങ്ങനെ 0091 944 944 944 719 719 719 6033 944 719 719 6033 6033. ഓക്കെ? നമ്പർ കിട്ടിയേ? 944 719 6033. പിന്നെ 0091 നമ്മുടെ കൺട്രി കോഡ്, അതും കൂടി ഇട്ടാലേ വാട്സപ്പിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ? ക്ലിയർ? ഇനി കേൾക്കാത്തവർ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും. എൻ്റെ ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അതിലെഴുതാം. K തോമസ് പോൾ, K കിങ്ഡം, K കൊടിയൻ, തോമസ് പോൾ, K തോമസ് പോൾ, one word @gmail.com. പിന്നെ നമ്മൾ യൂട്യൂബ് സൈറ്റ് പറഞ്ഞു. തോമസ് പോൾ കൊടിയൻ എന്ന യൂട്യൂബിൽ പോയിട്ട് തോമസ് പോൾ കൊടിയൻ അടിച്ചിട്ട് പ്ലേലിസ്റ്റിൽ പോകണം. വേറൊരു യൂട്യൂബ് സൈറ്റ് കുട്ടികൾക്ക് ഉള്ള ആനിമേഷൻ ഫിലിം ഉള്ളതാണ്, ജീസസ് വണ്ടർ, സിംഗിൾ വേർഡ് ജീസസ് വണ്ടർ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണുക. ഇനി ഈ വർഷത്തിൽ ഈ ധ്യാനം ഇനി ഇപ്പോൾ ഇവിടെ അടുത്തുള്ളത്, അടുത്തെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഈ ധ്യാനമുള്ളത് അടുത്ത മാസം 8-ാം തീയതി മുതൽ ബാംഗ്ലൂരിലുണ്ട്. 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ, 8-ാം തീയതി മുതൽ 12-ാം തീയതി 5 ദിവസം ബാംഗ്ലൂരിലുണ്ട്. അതിൻ്റെ വിശദവിവരം ആവശ്യമുള്ളവർ എനിക്ക്
ഫോൺ ചെയ്തോ, വാട്സപ്പിൽ ചോദിക്കുക, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കാം. വാട്സപ്പിൽ ഏത് പള്ളിയിലാണത്? ഇൻഫൻറ്റ് ജീസസ് പള്ളിയിൽ വെച്ചിട്ടാണ്, മലയാളത്തിൽ ഇൻഫൻറ്റ് ജീസസ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ബാംഗ്ലൂരിലുള്ളവരോട് നിങ്ങൾ ഇത് കൂടാനായിട്ട് ആഹ്വാനം ചെയ്യുക. അതുകൂടാണ്ട് മലയാളം, അതുകൂടാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നു. യൂറോപ്പിൽ ധ്യാനങ്ങൾ, അതിനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ പറയുന്നില്ല, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയും, ഇല്ലേ? പിന്നെ അമേരിക്കയ്ക്ക് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ അമേരിക്കയിലുള്ളവരോട് പറയാം, നവംബർ ഫസ്റ്റ് വീക്കെൻഡിൽ ഫിലാഡൽഫിയയിലുണ്ട്. പിന്നെ സെക്കൻഡ് വീക്കെൻഡിൽ ഞാൻ വീണ്ടും അയർലൻഡിലേക്ക് മടങ്ങി വരണം. അത് ഇംഗ്ലീഷിലാണ്, അയർലൻഡിൽ. അത് വീണ്ടും അമേരിക്കയിൽ ഡാലസിൽ 18, 19, 20 ഡാലസ്. അപ്പോൾ അവിടെ മലയാളം പള്ളി, ഗാർഫീൽഡ് എന്നോ എന്താ പറയണത്, മലയാളം പള്ളി, ഫാദർ ജോർജ്. പിന്നെ നവംബർ എത്രയാണ് അവസാനം കാഴ്ചയിൽ? 25, 26, 27. നവംബർ 25, 26, 27 US-ലെ മെക്കലിൻസിൻ്റെ ധ്യാനം ഓർഗനൈസ് ചെയ്യുന്ന ആളാണ് ഇവിടെ വന്നിരിക്കണമെന്ന് എഴുന്നേറ്റ് കണ്ടോ, അദ്ദേഹമാണ് അനീഷ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് പുള്ളി വന്നു, ആ ധ്യാനത്തിന് ഇതിൻ്റെ ഇടയിൽ ഹോളിഡേയ്സിന് വന്നു. പുള്ളി വയനാട്ടിൽ താമസിക്കുന്ന ആൾ, വയനാട്ടിൽ നിന്ന് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് പപ്പായുമായിട്ട് ധ്യാനത്തിന് വന്നു. ഈ ധ്യാനം അപ്പോൾ ഇവിടെ അങ്ങനെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയത്. കോയമ്പത്തൂരിൽ നിന്ന് വന്നു. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നുള്ളവരെല്ലാം ഈ CD അടിച്ച് കൊടുക്കണം. ഓക്കെ. പിന്നെ അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ ധ്യാനം. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 5 മുതൽ 5, 6, 7, 8 4 ദിവസം, ഡിസംബർ 5-ാം തീയതി മുതൽ ചങ്ങനാശ്ശേരിയിൽ അവിടുത്തെ ഡയസിഷ്യൻ പാസ്റ്റൽ സെൻറ്ററിൽ ഫാദർ തോമസ് താനിയത്തിൻ്റെ ആ ഡയസിഷ്യൻ സെൻറ്ററിൽ ഈ ധ്യാനമുണ്ട്, ചങ്ങനാശ്ശേരി. ഓക്കെ. ഡേറ്റ് 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ എന്നാണ് തോന്നുന്നത്, സംശയമുണ്ട് എന്നോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം മനസ്സിൽ കാണുന്നത് തൃശ്ശൂരുണ്ട്. ഫെബ്രുവരി 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ തൃശ്ശൂർ SMMI സിസ്റ്റേഴ്സിൻ്റെ ധ്യാന കേന്ദ്രം. എന്താണ് ആ ധ്യാന കേന്ദ്രത്തിൻ്റെ? ചെറുപുഴ. ആ ധ്യാന കേന്ദ്രത്തിൻ്റെ പേര് ചെറുപുഴ, മറന്നുപോയി പേര്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ വാട്സപ്പിൽ ചെയ്യാം. അപ്പോൾ ഇനി ജർമ്മനിയിലെ ഡേറ്റ് ഒക്ടോബർ 17 മുതൽ 22 വരെ സാർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സാർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ്. അതിനുശേഷം 21 വരെ, 22 മുതൽ 30-ാം തീയതി വരെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയ്ത്ത് സ്കൂൾ ഡോട്ട്മണ്ട് ഭാഗത്താണ്. അതാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാനും പറ്റും. ജർമ്മനി വരെ തൽക്കാലം വരണമെന്നില്ല. ഇനി അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛൻ ഇതിന് വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും, എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷനിൽ. വളരെയധികം നിങ്ങൾ തീഷ്ണതയോടെ, ആഗ്രഹത്തോടെ, അനുസരണയോടെ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് വളരെ ഹൃദയത്തിൽ വലിയ ആനന്ദമാണ്. ഞാൻ ഹൃദയം നിറഞ്ഞ് സന്തോഷത്തോടും ആത്മസന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം പോകുന്നത്. എല്ലാവർക്കും, പാട്ടുപാടികൾക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ പ്രധാന പാട്ടുകാരൻ, അല്ലെങ്കിൽ ഷാജിയുണ്ട്. ഇദ്ദേഹത്തിന് 5 മക്കളുള്ളതാണ്. ഭാര്യ, 5 മക്കൾ. ഞങ്ങൾക്ക് 2 മക്കളും 3 കുഞ്ഞുമക്കളും. ഷാജി എവിടെ? ഷാജിക്ക് 2 പെൺമക്കളും 3 കുഞ്ഞുമക്കളും.
അങ്ങനെയുള്ള അപ്പാപ്പന്മാരൊക്കെയാണ് ഞങ്ങൾ. കണ്ടപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചെറുപ്പക്കാരന്മാർ ഓടി നടക്കണേ, മനസ്സിലായോ? പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നവർ റൂബി നമ്മുടെ ഫുൾ ടൈം 24 hours പ്രാർത്ഥന. ഷാജിയാണ്. റൂബിയും ബിന്ദു എന്ന് പറയാമോ? റൂബിയും ബിന്ദു. അപ്പോൾ ബിന്ദു അല്ല, സോറി, ബിനുവിൻ്റെ ഹസ്ബൻഡും ഇവിടെയുണ്ട്. അവർ ഒരു ഗസ്റ്റ് നമ്മുടെ കൂടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. 24 hours പ്രാർത്ഥനയായിരുന്നു. റൂബി ഇത് ബിനു 24 hours പ്രാർത്ഥിക്കുന്ന ആളാണ്. ബിനുവിൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. എവിടെയാണ്? ഇവിടെ ഇല്ലേ? പോയോ? റൂമിൽ പോയി. ഇവർ 10-20 വർഷമായിട്ട് നമ്മുടെ കൂടെ മഹാരാഷ്ട്രയിൽ നിന്ന് വരെ ഉള്ളതാണ്. ഇത് റൂബി 24 മണിക്കൂറും ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ടീമിന് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഷാല ഹല ബല ഹല ബല ഹല ബല. ഓ ദൈവമേ നന്ദി. അതുപോലെ തന്നെ എറണാകുളത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ ഭവനത്തിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇതേമാതിരി നമ്മളുടെ ടീം അംഗങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിന് പ്രാർത്ഥിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത, ആദ്യത്തെ ദിവസം തല പൊളിയുന്ന അനുഭവമാണ്. അത് കുമ്പസാരം വരെ നീണ്ടു നിൽക്കുന്നു. കുമ്പസാരം കഴിഞ്ഞിട്ട് പിന്നെ മേല് മുഴുവനും പൊളിയുന്ന അനുഭവമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല അഭിഷേകമാണെന്ന് വിചാരിച്ചോളണം. ഓക്കെ, ശരി, ഇരിക്കാം. മൈക്ക് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.